അപ്പോൾ നമ്മളിന്ന് ട്രാപ്പിൽ പിടിച്ചിരിക്കുന്നത് അലക്സ് മാത്യു എന്ന് പറഞ്ഞ ആളിനെയാണ്. ഇപ്പോൾ അദ്ദേഹം IOCയുടെ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ്റെ പനമ്പള്ളി നഗറിലുള്ള ഓഫീസിൽ സെയിൽസ് ഡെപ്യൂട്ടി ജനറൽ മാനേജറാണ്. അവിടെ 5 വർഷമായിട്ട് ജോലി ചെയ്യുകയാണ്. താമസം കടവന്ത്ര ചിലവന്നൂരാണ്. നമ്മുടെ പരാതിക്കാരൻ മനോജാണ്. മനോജിൻ്റെ വീടാണിത്. മനോജിന് 20 വർഷമായിട്ട് കൊല്ലം കടയ്ക്കലിൽ വൃന്ദാവൻ ഏജൻസീസ് എന്ന് പറയുന്ന ഗ്യാസ് ഏജൻസി ഉണ്ട്. അപ്പോൾ ഇദ്ദേഹം തുടങ്ങിയ സമയത്ത് ഇദ്ദേഹത്തിൻ്റെ ഓഫീസ് മാത്രമേ അവിടെ ഉള്ളായിരുന്നു, ഗ്യാസ് ഏജൻസി. പിന്നീട് ഇപ്പോൾ ഒരു 3 ഏജൻസിയും കൂടി ആ മേഖലയിൽ വന്നു. അപ്പോൾ ഒരു ഏജൻസി പുതുതായിട്ട് വരുമ്പോൾ പഴയ ഏജൻസിയിൽ നിന്നും കസ്റ്റമേഴ്സിന് ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്ന ജോലിയും കൂടി നമ്മുടെ ഈ സെയിൽസ് ഡെപ്യൂട്ടി ജനറൽ മാനേജറായിട്ടുള്ള അലക്സ് മാത്യു ചെയ്യുമായിരുന്നു. അപ്പോൾ അങ്ങനെ 50,000 കസ്റ്റമേഴ്സുള്ള മനോജിൻ്റെ ഏജൻസിയിൽ നിന്നും ഏതാണ്ട് 25,000 പേര് ബാക്കിയുള്ള 3 ഏജൻസിയിലേക്ക് ഡിവൈഡ് ചെയ്ത് കൊടുത്തു. അപ്പം പിന്നെയും മനോജിനെ ഭീഷണിപ്പെടുത്തിയിട്ട് ഇനിയും നിങ്ങളുടെ കസ്റ്റമേഴ്സിനെ ഞാൻ ഡിവൈഡ് ചെയ്ത് കൊടുക്കും, ബാക്കിയുള്ളവർക്ക് ഡിവൈഡ് ചെയ്ത് കൊടുത്ത് നിങ്ങളുടെ ബിസിനസ് ഇല്ലാതാക്കും എന്ന് ഭീഷണിപ്പെടുത്തി. ഏതാണ്ട് 10 ലക്ഷത്തോളം രൂപയാണ് 2 മാസം മുമ്പ് നമ്മുടെ ഈ അലക്സ് മാത്യു ആവശ്യപ്പെട്ടത്. അപ്പോൾ ഇന്ന് അതിൻ്റെ ഭാഗമായിട്ട് ട്രിവാൻഡ്രത്ത് എത്തുമ്പോൾ പൈസ തരണമെന്ന് പറഞ്ഞു. അങ്ങനെ മനോജ് 2 ലക്ഷം തൽക്കാലം കൊടുക്കാമെന്ന് പറഞ്ഞാണ് അപ്പോൾ ഇന്ന് വൈകിട്ട് ആ പൈസ മേടിക്കാനാണ് വീട്ടിലെത്തുന്നത്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ട്രാപ്പ് ചെയ്ത് പിടിക്കുന്നത്. അപ്പോൾ മുമ്പും മനോജ് പറയുന്നത് 10 വർഷമായിട്ട് മനോജിനെ ഭീഷണിപ്പെടുത്തി പല രീതിയിൽ പൈസ മേടിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് മനോജ് പറയുന്നുണ്ട്. അപ്പോൾ ഇന്നെന്തായാലും നമ്മൾ കൃത്യമായിട്ട് മനോജ് പരാതി നൽകിയത് കൊണ്ട് നമുക്ക് നല്ലതുപോലെ അത് ട്രാപ്പ് ചെയ്ത് പിടിക്കാൻ പറ്റി. കൃത്യമായിട്ടുള്ള എവിഡൻസും കാര്യങ്ങളെല്ലാം ഉണ്ട്. പൈസ മേടിച്ച് പോക്കറ്റിലിട്ടു. അത് നമ്മൾ കൃത്യമായിട്ട് സമയത്ത് തന്നെ ഇവിടെ ഉണ്ടായിരുന്ന വിജിലൻസ് ടീം, നമ്മുടെ ടീമിൽ അഭിലാഷ് CA ഉണ്ട്, കിരണുണ്ട്, CA ഉണ്ട്, ഇവരെല്ലാം ഉണ്ട്. ഓക്കെ. പണം ഇന്ന് രാവിലെയാണ് വിളിച്ചത്. ട്രിവാൻഡ്രത്ത് വരുന്നുണ്ട്, പണം വേണമെന്ന് പറഞ്ഞ് ആവശ്യപ്പെട്ടു. അങ്ങനെയാണ് നമുക്ക് പരാതി കിട്ടുന്നത്. മുമ്പ് കേസുകളുണ്ട്, കേസ് നമ്മൾ അന്വേഷിക്കുന്നുണ്ട്. അതിൻ്റെ മനോജിൻ്റെ മൊഴി അനുസരിച്ച് നേരത്തെ മനോജിനെ ഭീഷണിപ്പെടുത്തി പൈസ മേടിക്കുന്നുണ്ടായിരുന്നു. ഇത് പ്രശ്നമെന്ന് വെച്ചാൽ നമ്മുടെ ഏജൻസിയിൽ നിന്നും മറ്റൊരു ഏജൻസി തുടങ്ങുമ്പോൾ ആ നിലവിലുള്ള കസ്റ്റമേഴ്സിനെ അങ്ങോട്ട് മാറ്റി കൊടുക്കുന്ന ജോലിയാണ് ഇദ്ദേഹം ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ മാറ്റി കൊടുക്കുമ്പോൾ ഭീഷണിപ്പെടുത്തി നമുക്ക് ഈ നിലവിലുള്ള ഏജൻസിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. എന്തെങ്കിലും കാരണം പറഞ്ഞിട്ട് എന്തെങ്കിലും ഒരു മൈനസ് പോയിൻ്റൊക്കെ പറഞ്ഞിട്ടാണ് നിലവിലുള്ള ഏജൻസിയിൽ നിന്ന് ആൾ മാറ്റി കൊടുക്കുന്നത്. അപ്പോൾ അതിന് പരാതിപ്പെടാനും മറ്റൊരു സംവിധാനം നിലവിൽ ഇല്ല. അങ്ങനെ പരാതിപ്പെട്ടിട്ടും കാര്യമില്ല എന്നാണ് പരാതിക്കാരനെ മനോജ് പറയുന്നത്. അതുകൊണ്ടാണ് ഇവർ ഭീഷണിപ്പെടുത്തി പിന്നെ പൈസ മേടിച്ചുകൊണ്ടിരിക്കുന്നത്. എറണാകുളത്ത് വീട്ടിൽ ഇപ്പോൾ റെയ്ഡ് നടക്കുകയാണ്. എറണാകുളം കടവന്ത്രയിലാണ് വീട്. അവിടെ റെയ്ഡ് തുടങ്ങിയിട്ടുണ്ട്.